വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. അതിനായിട്ട് നമുക്ക് പുറത്തുനിന്നൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഇൻബിൽറ്റ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാമിലെ പോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആകുന്നൊരു ഇതാണ്. അപ്പോൾ ഇത് വന്നിട്ടിപ്പം ഒരാഴ്ച ആയി കാണും. ബീറ്റ യൂസേഴ്സിനൊക്കെ ഒരു മാസത്തിനടുപ്പിച്ച് ആയിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഓപ്ഷൻ വാട്സപ്പിൽ വന്നിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് ഈ ഓപ്ഷൻ ടെലിഗ്രാമിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്, വാട്സപ്പിൽ ഇപ്പോഴാണ് വന്നത്. ഇവിടെ മേഖലയിൽ ഏറ്റവും മേളിൽ മോർ ഓപ്ഷൻസ് എന്ന് ഉണ്ടല്ലോ, അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. അവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുക്കുക. അവിടെ അക്കൗണ്ട് പ്രൈവസി എന്നുള്ള ആ ഭാഗം എടുക്കുക. പ്രൈവസി എടുക്കുക. അവിടെ ഏറ്റവും താഴെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഒന്നും വേണ്ട, അതെടുക്കുക. അതിപ്പോൾ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് ഓൺ ആക്കണം. Unlock with fingerprint. When enabled, you'll need to use fingerprint to open WhatsApp. You can still answer calls if WhatsApp is locked. Switch off. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ട് ഇത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് ഓൺ ചെയ്യുക. Confirm fingerprint. ഇപ്പോൾ ഇങ്ങനെ കൺഫേം ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ വിരൽ ടച്ച് ചെയ്യുക. Fingerprint lock. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. Unlock with fingerprint. When enabled, automatically lock. അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കലി ലോക്ക്, ഇമ്മീഡിയറ്റ്ലി വേണോ 1 മിനിറ്റ് വേണോ, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ പുറത്ത് പോയി വീണ്ടും വാട്സപ്പ് എടുക്കുമ്പം 1 മിനിറ്റിനുള്ളിൽ അതായത് പുറത്ത് പോയിട്ട് 1 മിനിറ്റിനുള്ളിൽ എടുക്കുമ്പോഴും വാട്സപ്പ് ലോക്കായിരിക്കണം, അതോ 1 മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ ലോക്ക് അങ്ങനെ വേണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ അങ്ങനെ ഉണ്ട്, 1 മണിക്കൂർ അങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ ഞാനത് ഇമ്മീഡിയറ്റ്ലി ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്, ഞാൻ ഇമ്മീഡിയറ്റ്ലി ആണ് ചെക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെയാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ഇനി നോക്കാം. ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഹോം ബാക്ക് അടിച്ച് വാട്സപ്പിൽ നിന്ന് പുറത്ത് വന്നു. ഇനി വാട്സപ്പ് എടുക്കുമ്പോൾ കണ്ടോണം. വാട്സപ്പ് ലോക്ക്ഡ്. ഇവിടെ നമുക്ക് പിന്നോ പാറ്റേണോ ഒന്നും അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ വിരൽ വെച്ചാൽ മാത്രമേ വാട്സപ്പ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫിംഗർ പ്രിന്റ് വെക്കുന്നു. വാട്സപ്പ് ഇപ്പോൾ അൺലോക്കായി. ഒന്നുകൂടെ കാണിച്ചു. വീണ്ടും വാട്സപ്പ് എടുക്കുകയാണ്. ബാക്ക് അടിച്ചിട്ട് വിരൽ വെക്കുന്നു. ആണ് വാട്സപ്പ് അൺലോക്കായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വാട്സപ്പിലെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണുകളിൽ, ഇല്ലാത്ത ഫോണിൽ പറ്റത്തില്ല. ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണിൽ ഫിംഗർ പ്രിൻ്റായിട്ട് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോഴത്തെ പുതിയ ഐഫോണുകളിലൊക്കെ ആണെങ്കിൽ ഫേസ് ഐഡി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.